പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഹാലിളകിയത് മുസ്ലിം ലീഗിനാണ്. കാരണം വീണ്ടും 5 വർഷം പുറത്തു നിൽക്കണമല്ലോ എന്നുള്ള കാര്യത്തിൽ. ഇനിയിപ്പോൾ 2026 എടുക്കുന്നു. 2026 ഏപ്രിൽ മെയ് മാസം കേരളം വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഇത് ഒരുപക്ഷെ 3ാം തവണയും അധികാരത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞ് ജനങ്ങളിൽ അങ്ങ് സ്ഥാപിച്ചു വച്ചിരിക്കുകയാണ് CPM, പ്രത്യേകിച്ച് LDF. അതുകൊണ്ട് അതിലും മുസ്ലിം ലീഗിന് വേവലാതി പൂണ്ട് നിൽക്കുകയാണ്. വേവലാതി പൂണ്ടുന്നതിൻ്റെ കാരണം കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള UDF, കോൺഗ്രസ് നയിക്കുന്ന വെറും ഗുണമില്ലാത്ത ഒന്നായി മാറുന്നു എന്ന് ജനങ്ങൾക്ക് പരക്കെ ആക്ഷേപമുണ്ട്. പ്രതിഷേധിക്കേണ്ടിടത്ത് പ്രതിഷേധിക്കാതെ, ജനകീയ ആവശ്യങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുന്ന, മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കൊതിച്ചു നിൽക്കുന്ന കുറേ പേരുടെ ഒരു പാർട്ടിയായിട്ട് മാത്രം കോൺഗ്രസ് മാറുന്നു എന്നുള്ള വിവരം വളരെ മുന്നേ തന്നെ മുസ്ലിം ലീഗ് ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരുന്നു. മുസ്ലിം ലീഗിൻ്റെ വാക്ക് കേൾക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ്. കാരണം ലീഗിന് അത്രത്തോളം ആധിപത്യമുണ്ട്. ലീഗിൻ്റെ ഒരു വലിയ പിൻബലത്തിലാണല്ലോ വയനാട്ടിൽ നിന്ന് രാഹുലും സഹോദരി ഒരു പെണ്ണും പിള്ള പ്രിയങ്കയും ജയിച്ചു പോയത്. അതുകൊണ്ട് ലീഗിൻ്റെ ഭവനത്തിലും കോൺഗ്രസ്സുകാർ കുമ്പിട്ട് നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. പ്രിയങ്ക ഗാന്ധി വന്നുപോയി സാദിഖ് അലി തങ്ങളുടെ മുമ്പിൽ പോയി സാഷ്ടാംഗം നമസ്കരിച്ചില്ലേ? കോൺഗ്രസിലെ എല്ലാവരും പോകുന്നില്ലേ? കോൺഗ്രസ് യഥാർത്ഥ പ്രതിപക്ഷമല്ലാതായി മാറുകയാണ്. ഇപ്പോൾ നോക്കിക്കോ, പ്രധാനമന്ത്രി വിഴിഞ്ഞം രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ്. പിണറായി വിജയൻ അങ്ങനെ ആനന്ദം കൊണ്ടങ്ങനെ ആറാടി നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇത് തൻ്റെ ക്രെഡിറ്റാണ്. താൻ രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന വലിയ എന്തോ സംഭവമായിട്ട് കൊട്ടിഘോഷിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ പിതൃത്വമെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കൈവശമാണ് ഇരിക്കുന്നത് എന്നുള്ള വിവരം പറയാൻ ഈ കോൺഗ്രസിലെ ഒരുത്തർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. നിർഗുണ പരബ്രഹ്മങ്ങളായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ഡൽഹിയിൽ പിണറായി വിജയൻ കൊടുക്കുന്ന പൈസയും വാങ്ങിച്ചുകൊണ്ട് അവിടെ ചമ്രം പടഞ്ഞിരിക്കുന്ന പ്രൊഫസർ KV തോമസ് കോൺഗ്രസിൽ നിന്ന് സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് പിന്നെയും അധികാരത്തിൽ ആർത്തി മൂത്ത് നിൽക്കുന്ന KV തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇത് ഉമ്മൻചാണ്ടിയുടെ ഒരു സ്വപ്നമാണ് ഇവിടെ സഫലമായിരിക്കുന്നത് എന്ന്. അങ്ങനെ പറയാനുള്ള ഒരു ചങ്കൂറ്റം പ്രൊഫസർ KV തോമസ് കാണിച്ചല്ലോ. CPM-ന്റെ ചോറുണ്ടോണ്ടിരിക്കുകയാണ്. CPM-ന്റെ AKG സെന്ററിന്റെ അടുക്കള വാതില് എച്ചിന് തിന്നുന്ന KV തോമസ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതാണ്, എവിടെയെങ്കിലും എച്ചിന് തിന്നുകയാണെങ്കിൽ പോലും അതിന് അവിടെയും വേണ്ട തരത്തിൽ നന്ദി കാണിക്കാതെ മറുഭാഗത്തേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എച്ചിന് തിന്നുമ്പോഴും ഒരു നന്ദി അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാർക്കൊന്നും ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പരാജയം സംഭവിക്കാൻ പോകുന്ന എവിടെ? 2026 തെരഞ്ഞെടുപ്പിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന് എന്ത് സംഭവിക്കുന്നു? ലീഗ് പല ശ്രമവും നടത്തി നോക്കുന്നു, എങ്ങനെയെങ്കിലും 2026 അധികാരത്തിൽ വരാൻ. 2026 വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ലീഗിൻ്റെ സ്ഥിതി എന്താകും? കൂട്ടത്തോടെ ഭ്രാന്ത് പിടിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് വലിയൊരു വാർത്തയാകും. അധികാരം കിട്ടാതെ കൂട്ടത്തോടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുഴുവൻ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത. ലീഗ് വളരെ തന്ത്രപൂർവ്വം ഇപ്പൊ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മറ്റൊരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. കാരണം കോൺഗ്രസ്സുകാരും നന്നാകില്ല, അത് ഗുണം പിടിക്കാനുള്ളതല്ല. കോൺഗ്രസിനെ മുച്ചൂടും മൂടോടെ തന്നെ മുടിക്കാനായിട്ടാണ് BJP ഇറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ അതിൻ്റെ അത്തരത്തിലുള്ള ഒരു അധ്വാനം തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലീഗ് ഒരുപക്ഷെ ചില അണിയറ നീക്കങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ LDF ആയിരിക്കും അധികാരത്തിൽ വീണ്ടും വരാൻ പോകുന്നതെങ്കിൽ. LDF അധികാരത്തിൽ വരിക എന്നുള്ളത് ചിലപ്പോൾ പലർക്കും അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയില്ല. അതായത്
പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു തരംഗം കേരളത്തിലുണ്ടല്ലോ, ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ. അപ്പോൾ പിണറായി അധികാരത്തിൽ വരില്ല, CPM വരില്ല, LDF വരില്ല എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ BJP കേരളത്തിൽ അല്പം ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ്. BJP 10-11 സീറ്റ് നോട്ടമിട്ടിരിക്കുകയാണ്. ജയിച്ച് നിയമസഭയിൽ എത്തിയിരിക്കും എന്നുള്ള ഉറപ്പ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. CPM-ന്റെ LDF-ന്റെ സീറ്റ് വളരെ കുറയുകയും ചെയ്യും. UDF-നും അതുപോലെ തന്നെ സംഭവിക്കും. അധികാരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആടി ആടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. UDF-ലെ ഘടകകക്ഷിയായ ലീഗ് CPM-ന് പിന്തുണ കൊടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയാൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. ലീഗ് മറുകണ്ഠം ചാടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അധികാരമില്ലാത്ത ഇനിയുള്ള നാളുകളെ കുറിച്ച് ആലോചിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ലീഗ് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. ലീഗിന് പോകാതിരിക്കാൻ പറ്റില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീറ്റുകൾ, അവർക്ക് കിട്ടുന്ന സീറ്റുകളൊക്കെ തന്നെ അവർ സേഫ് ആക്കി നിർത്തും. ലീഗ് ഇടയ്ക്ക് ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു തീവ്ര ശ്രമം നടത്തി UDF-ലേക്ക്. ജോസ് കെ മാണി അതങ്ങനെ നിരസിച്ചിട്ടൊന്നുമില്ല. ജോസ് കെ മാണിയെ ആഞ്ഞ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ലീഗിന് പോയി കെട്ടിക്കൊണ്ടിങ്ങി പോരാ. ജോസ് കെ മാണിയെ അങ്ങനെ നിൽക്കുന്നതാണ് ജോസ് കെ മാണി. കാരണം ജോസ് കെ മാണിക്കും ഇതുപോലെ സ്ഥാനമാനങ്ങളും ഒക്കെ വേണം. LDF-ലേക്ക് പോയതിന് ശേഷം അത്ര അങ്ങോട്ട് ഒരു മികച്ച ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ടത്ര സഫലമായില്ല. കരിങ്ങോഴയ്ക്കൽ തറവാട്ടിൽ കൊടിവെച്ച കാറ് വന്നിട്ട് എത്ര കാലമായി? ഇനിയെങ്കിലും ഒന്ന് കൊടിവെച്ച കാർ കയറി ഇറങ്ങണ്ടേ? ജനിച്ച നാൾ മുതൽ ജോസ് കെ മാണി കൊടിവെച്ച കാറേ കരിങ്ങോഴയ്ക്കൽ തറവാട്ടിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും കൊടിവെച്ച കാർ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ നിൽക്കുകയാണ് ജോസ് കെ മാണി. അപ്പോൾ ലീഗുമായിട്ടുള്ള നീക്കുപോക്കുകൾ ഇതൊക്കെ ഇനി ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി ആശ്രയിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒരു തരത്തിൽ, നിയമസഭ വേറൊരു തരത്തിൽ ഒക്കെയാണെന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് ചില സൂചനകൾ കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ്. ഏത് ഒരു ട്രെൻഡാണ് ഉണ്ടാകുന്നത്? ഈ താഴെ തട്ടിലൊക്കെ വ്യക്തിപരമായ വോട്ട് ധാരാളമുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക്. പക്ഷേ എന്നാലും നമുക്ക് അതിൻ്റെ അവിടുത്തെ ഒരു രാഷ്ട്രീയ മനസ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ രാഷ്ട്രീയ മനസ്സ് അറിയുന്നിടം വരെ ഇങ്ങനെയൊക്കെ ചില ചർച്ചകളും കാര്യങ്ങളും അണിയറ നീക്കങ്ങളും ഒക്കെ നടത്തി മുമ്പോട്ട് പോകാം എന്നാണ് ലീഗായാലും ജോസ് കെ മാണിയും കരുതുന്നത്. ഒന്നുകിൽ ലീഗ് മറുകണ്ഠം ചാടി LDF-ലേക്ക് വരും. ഇനിയും UDF-നാണ് അധികാരം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ സ്വച്ഛമായിട്ടും സ്വതന്ത്രമായിട്ടും ലീഗിന് കോൺഗ്രസിനെ ഭരിച്ചുകൊണ്ടിവിടെ മുമ്പോട്ട് പോകാം. 5 മന്ത്രിമാരുറപ്പ്, ഒരു ഉപമുഖ്യമന്ത്രി, പിന്നെ കോർപ്പറേഷൻ, മറ്റ് ബോർഡുകള്, സ്ഥാപനങ്ങള് എല്ലാത്തിൻ്റെയും അമരത്ത് മലപ്പുറം നിറയെ സ്കൂളുകളിൽ വേണ്ടത്ര സൗകര്യങ്ങളും കാര്യങ്ങളും ഇങ്ങനെ പോകുമെന്നുള്ളതാണ്. പിന്നെ ലീഗിൻ്റെ ഒരു ആധിപത്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ലീഗാണല്ലോ UDF-ലെ പ്രധാന ഘടകകക്ഷി. ഈ സൗഭാഗ്യങ്ങളൊന്നും ഒരുപക്ഷെ LDF-ലേക്ക് വന്നാൽ കിട്ടത്തില്ല. അവിടെ ആർക്കും ബാർഗെയിനിങ് നടക്കത്തില്ല. കാരണം വലിയേട്ടൻ അത്തരത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ലീഗ് എന്തായാലും അടുത്ത തവണ 26-ൽ അധികാരത്തിൽ വന്നിരിക്കും. അത് ചിലപ്പോൾ UDF-ന്റെ കൂടെ തന്നെ ആയിരിക്കാം, LDF-ന്റെ കൂടെ ആയിരിക്കാം എന്നുള്ളതാണ്.